എം സ്വരാജിന് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണ വീഡിയോ തയ്യാറാക്കിയതിനാണ് അധ്യാപികയ്ക്ക് മെമ്മോ. വിവരങ്ങളാണ് സലാം മുഹമ്മദ് നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. തിരുവനന്തപുരം വെള്ളനാട് ഗ്രാമപഞ്ചായത്തിൽ തർക്കം. കാർ വിട്ടു നൽകിയില്ലെന്ന് ആരോപിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറിയെ തടഞ്ഞു. CPM നേതാവ് കൂടിയായ വെള്ളനാട് ശശിയാണ് സെക്രട്ടറിയെ തടഞ്ഞത്. വിജിൻ വായന്തോട് ചേരുന്നു. വിജിൻ, എന്താണ് ഇങ്ങനൊരു തർക്കത്തിന്റെ പശ്ചാത്തലം? രജ്മ, ഇന്ന് രാവിലെയാണ് വെള്ളനാട് ശശി വെള്ളനാട് പഞ്ചായത്ത് പ്രസിഡന്റായി സ്ഥാനം ഏറ്റെടുത്തത്. ഇന്ന് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വിജയിക്കുകയായിരുന്നു. കോൺഗ്രസിൽ നിന്ന് CPM വെള്ളനാട് പഞ്ചായത്ത് ഭരണം പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്നാണ് സെക്രട്ടറിയുമായി വെള്ളനാട് ശശി തർക്കത്തിൽ ഏർപ്പെടുന്നത്. അതായത് കാറ് വിട്ടു നൽകണമെന്ന ആവശ്യം ആദ്യം ഉന്നയിച്ചു, ഒപ്പം തന്നെ ഡ്രൈവറെ മാറ്റണമെന്ന ആവശ്യവും ഉന്നയിച്ചു എന്നാണ് ഇപ്പോൾ അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് രണ്ടും തരാൻ കഴിയില്ല, അതായത് 5 മണിക്ക് ശേഷം കാർ വിട്ടു നൽകാൻ കഴിയില്ല എന്നും ഡ്രൈവറെ മാറ്റാൻ കഴിയില്ല എന്നുമുള്ള തീരുമാനം അത് സെക്രട്ടറി അറിയിച്ചതാണ് പ്രകോപനത്തിന് കാരണം എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. വെള്ളനാട് ശശി ഇതിന് ശേഷം കലക്ടറേറ്റിലേക്ക് പോയി തിരിച്ചെത്തിയ സെക്രട്ടറിയാണ്, പഞ്ചായത്ത് സെക്രട്ടറിയാണ് തടഞ്ഞു വെക്കുകയും ഒപ്പം തന്നെ വാക്കേറ്റം ഉണ്ടാവുകയും ഒക്കെ ചെയ്തത്. നേരത്തെ കോൺഗ്രസ് വിട്ട് CPM-ലേക്ക് ചേർന്ന ആളാണ് വെള്ളനാട് ശശി. ആ പ്രദേശത്തെ പ്രാദേശിക കോൺഗ്രസ് നേതാവും ഒക്കെ ആയിരുന്നു. നേരത്തെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ നിന്നും വിജയിച്ച ആൾ കൂടിയാണ്. അതിനുശേഷമാണ് കോൺഗ്രസ് വിട്ട് അദ്ദേഹം CPM-ലേക്ക് ചേരുന്നത്. ഇത്തവണ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റായി സ്ഥാനം ഏറ്റെടുക്കുകയുമാണ് ചെയ്തത്. നേരത്തെയും പലതരത്തിലുള്ള വിവാദങ്ങളിൽ ഒക്കെ ഉൾപ്പെട്ട ആളാണ് വെള്ളനാട് ശശി എന്ന് പറയുന്നത്. സ്വന്തം സഹോദരനുമായി വാക്കേറ്റം ഉണ്ടാകുന്നു, ഒപ്പം തന്നെ കവലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ പലതരത്തിലുള്ള വിവാദങ്ങളിൽ വെള്ളനാട് ശശി പെട്ടിട്ടുണ്ട്. അതിന്റെ ഏറ്റവും അവസാനത്തെ വിഷയമാണ് നിലവിൽ ഇപ്പോൾ ഈ പഞ്ചായത്ത് സെക്രട്ടറിയെ തന്നെ തടഞ്ഞു വെക്കുകയും സംഘർഷത്തിലേക്ക് സാഹചര്യം ഉണ്ടാവുകയും ഒക്കെ ചെയ്തത്. രജ്മ.